പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ കോഴിക്കോട്ടും ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധിച്ചുകൊണ്ട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് തങ്ങളെ ഭയപ്പെടുത്തേണ്ട പല RTO ഓഫീസുകളിലും മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല, അത് മന്ത്രി പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, കുറേ മാസങ്ങളോളമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഗതാഗത മന്ത്രിയല്ല ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയത്. നമ്മൾ മന്ത്രിയല്ല പറയുന്നത്, നമ്മൾ കമ്മീഷനാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതിന് ആരാ പിൻബലം കൊടുത്തെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ഈ സർക്കുലർ 4/24 സർക്കുലർ, അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ന്യൂനതകളും പല ചാനലുകളും മാധ്യമങ്ങളോടും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ട്രാക്ക് ഏത് ഏജൻസി പഠനം നടത്തിയിട്ടാണ് ഈ ട്രാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ട്രാക്ക് ഒരു ട്രാക്ക്, അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഒരു പരിഷ്കാര ട്രാക്ക് വരുമ്പം അതിന് ഏജൻസി പഠനം നടത്തണം. ഈ നാറ്റ്പാക്കിനെ പോലുള്ള ഏജൻസികൾ, വൻകിട ഏജൻസികൾ പഠനം നടത്തി യോജിച്ച ട്രാക്കാണ്, ഡ്രൈവിംഗ് പരിശീലനത്തിന് അനുകൂലമായ ട്രാക്കാണ്, റോഡ് സേഫ്റ്റിക്ക് അനുകൂലമായ ട്രാക്കാണ് എന്ന് കാണിക്കുന്ന ഒരു പഠനം ഇവിടെ നടത്തിയിട്ടുണ്ടോ? ഒരു പഠനവുമില്ല. ഇവിടെ എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ വരച്ച് അതിനൊരു ട്രാക്ക് നിർമ്മിക്കുക ചെയ്തത്. പക്ഷേ ഈ ട്രാക്ക് എവിടെയും വന്നിട്ടുമില്ല. ഈ ട്രാക്ക് എവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഇല്ല, എവിടെയും വന്നിട്ടില്ല. ഒരു സ്ഥലത്തും ഈ ട്രാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ട്രാക്കുമായിട്ട് ഡ്രൈവിംഗ് പരിശീലനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളുകാർ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കുട്ടികളെ പാസ്സാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ട്രാക്കാണിത്. ഇവിടെ ട്രാക്കുണ്ട്, പഠനം നടത്തിയ ട്രാക്കുണ്ട്, ഏജൻസികൾ പഠനം നടത്തി, വൻകിട ഏജൻസികൾ പഠനം നടത്തിയ ട്രാക്കാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമാറ്റിക് ട്രാക്ക്. 2012 ചേവായിലാണ് അത് വന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഇവിടെ അറിയാം, ഈ ട്രാക്കിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഉണ്ട്, ഗ്രേഡിയൻ ഉണ്ട്, പാരൽ പാർക്കിംഗ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ABC കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അതിന് സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് H കഴിഞ്ഞാൽ ഗ്രേഡിയനിൽ പോകാം, ഗ്രേഡിയൻ കഴിഞ്ഞാൽ പാർക്കിംഗ്. ഈ ട്രാക്ക് എല്ലാ ഭാഗത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് മുന്നിട്ട് ഇറങ്ങിയിരുന്നു. ആ ഗവൺമെൻറ് അതിന് ടെൻഡർ വിളിച്ചിരുന്നു, ഞങ്ങളെല്ലാം കൊടുത്തതാണ്. പക്ഷേ അത് പാതി വഴിയിൽ നിർത്തി പുതിയൊരു ട്രാക്കുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ കുട്ടികൾക്ക് പരിശീലനം ലൈസൻസ് പാസ്സാകാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. 15 വർഷം കഴിഞ്ഞ വണ്ടികൾ ഒഴിവാക്കണം എന്നുള്ളത്. സാധാരണക്കാരായ ആളുകളാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവരാണ് അവർ. 15 വർഷത്തെ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പട്ടിണിയാവും. അതുപോലെ തന്നെ വാഹനത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്യണം. ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഗവൺമെൻറ് അല്ലേ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിലവിലുള്ള ടെസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക, 8 സ്ഥലത്ത് മാത്രമേ ഗവൺമെൻറ് ഗ്രൗണ്ടുള്ളൂ. മറ്റുള്ളൊക്കെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാടക കൊടുത്തിട്ടോ അവരുടെ സഹായത്തോടാണ് നിലവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് പുതിയ പരിഷ്കാരമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഗ്രൗണ്ടുകൾ ഇനി മേലിൽ വേണ്ട, അത് കാട്ടി തങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ കൊണ്ടുവന്നിരിക്കുന്നത് ഗവൺമെൻറ് ഒരുക്കാത്തതുകൊണ്ടാണ്. ഗവൺമെൻറ് എല്ലാ സ്ഥലത്തും ഗ്രൗണ്ട് ഒരുക്കട്ടെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഈ ഗ്രൗണ്ട് ഞങ്ങൾ പരിശീലനത്തിന് ഉപയോഗിച്ചോളാം. ഗവൺമെൻറ് ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകൾ ടെസ്റ്റ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് ഒരുക്കേണ്ട ഗ്രൗണ്ടാണ്. ഞങ്ങൾ അതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് വേണ്ടത്. പക്ഷേ ജനങ്ങളുടെ സുരക്ഷിതത്വം, ജീവൻ, ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാർ ചെയ്യുന്നത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിൽ ചില അപാകതകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 125ഓളം ലൈസൻസുകൾ ഒരു RTO ഓഫീസറുടെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിക്കുന്നത്. അതിനോട് സഹകരിക്കുകയല്ലേ വേണ്ടത്? അല്ല, ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഈ പരിഷ്കാരങ്ങൾ വരുന്ന സമയത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നത്, പരിഷ്കാരങ്ങൾ വേണം. ഈ ലൈസൻസ് എടുക്കുന്നതിൽ അപാകതകളാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കും. ഇവിടെ റോഡ് അപകടം ഉണ്ടാകുന്നത് പുതിയതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളിടത്തുനിന്നാണോ? ഇവിടെ പരിചയസമ്പന്നമായ ഡ്രൈവിംഗ് പരിചയസമ്പന്നമായ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നാണ് അപകടം ഉണ്ടാകുന്നത്. അതിൽ പല കാരണങ്ങളുണ്ട്. റോഡിൻ്റെ പര്യാപ്തി, വാഹനത്തിൻ്റെ പെരുപ്പം, അതിൽ 5% താഴെ മാത്രമേ ഉള്ളൂ പുതിയതായി ലൈസൻസ് എടുത്ത ആളുകളുടെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഇത് എന്നിട്ട് പോലും ഞങ്ങൾ ഈ ആദ്യത്തെ സംരംഭം എന്ന രീതിയിൽ ഞങ്ങളൊരു പരിശീലനം കൊടുക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ ഞങ്ങൾ തയ്യാറാണ്, പരിഷ്കാരങ്ങൾക്ക് തയ്യാറാണ്. ഒരിക്കലും ഗവൺമെൻറ് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഈ പറഞ്ഞ അപകടത്തിൻ്റെ പൂർണ്ണമായി റോഡ് സേഫ്റ്റി ക്ലാസ് ഞങ്ങൾ എടുക്കലുണ്ട്. റോഡ് സേഫ്റ്റി സെല്ലിൽ ക്ലാസ് ഞങ്ങൾ ചെയ്യലുണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ല. ഇത് ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ള വിഭാഗം എങ്ങനെയോ തട്ടിക്കൂട്ടി ലൈസൻസ് എടുക്കുന്ന വിഭാഗമാണെന്നുള്ള തെറ്റിദ്ധാരണ പല ഭാഗത്തുമുണ്ട്. ഒരു വലിയ ശതമാനം ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾ, ന്യൂനപക്ഷം ഉണ്ടാവുമായിരിക്കും, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾ. അപ്പോൾ റോഡ് അപകടത്തെ പറഞ്ഞ് ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എനിക്ക് ഒറ്റ കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ഇവിടെ H ഗ്രേഡിയൻ എന്നുള്ള പറഞ്ഞ് ഗ്രൗണ്ടിൽ പുതിയ പരിഷ്കാരം. ഇവിടെ റിവേഴ്സ് എടുത്തിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഇവിടെ പാർക്കിങ്ങിന് പോയിട്ട് ഇടിച്ചിട്ടാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ഈ ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്ലിക്കൻറ്റിൻ്റെ ക്ലച്ച് കൺട്രോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് പരിശോധിക്കാതെ മാത്രമാണ്. ഇവിടെ റോഡ് ടെസ്റ്റാണ്. ഇവിടെ നിലവിലെ റോഡ് ടെസ്റ്റിനെ കുറിച്ച് അറിയോ?
നിലവിൽ 20 കാര്യങ്ങൾ റോഡ് ടെസ്റ്റിൽ പറയുന്നുണ്ട്. ഈ 20 കാര്യത്തിൽ ഒരു കാര്യം നോ വന്നാൽ റോഡിൽ പരാജയമാണ്. ആ 20 കാര്യത്തിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം, അത് വായിച്ച് നോക്ക്. ആ 20 കാര്യത്തിൽ ഈ ഗ്രേഡിയൻ ഉണ്ട്, കാര്യത്തിൽ നിർത്തിയെടുക്കണം. ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലേക്ക് ടേണിംഗ് ഉണ്ട്, എല്ലാ റോഡ് സേഫ്റ്റി കാര്യങ്ങളും 20 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ നടക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് നടത്തിയിട്ടാണ്. പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ആളുകളുടെ വിഭാഗം പരിശീലിപ്പിക്കുക എന്നാണ് അല്ലേ. ലൈസൻസ് എടുക്കുന്ന മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് നടക്കുന്നുണ്ടെന്നാണ് പൂർണ്ണ വിശ്വാസം ഞങ്ങൾ. ഞാനതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ലൈസൻസ് കൊടുക്കാനുള്ള ചുമതല നമുക്കില്ലല്ലോ, നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. പല ഘട്ടത്തിലും ഈ നമ്മളെ ഈ പറയുന്ന രീതിയിൽ പിന്നെ വേറൊരു കാര്യം ഒന്നുകൂടെ നിങ്ങൾ ആലോചിക്കണം. ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ലല്ലോ. ലൈസൻസ് ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എവിടെ നിന്ന് വേണമെങ്കിൽ ലൈസൻസ് എടുക്കാം. എനി സ്റ്റേറ്റ് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം. അതർ സ്റ്റേറ്റിൽ എന്താണ്, നിങ്ങൾ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവിടെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആളുകൾ വന്ന് ഈ ട്രാക്ക് പരിശോധന നടത്തി പഠനം നടത്തി പോയിട്ടുണ്ട്. കേരളത്തിലെ ടെസ്റ്റ് എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് അവരിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലും നമ്മുടെ അടുത്ത് വന്ന് പഠനം നടത്തി പോകുന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ ഈ കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ ടെസ്റ്റ് നടക്കുന്നത് കേരളത്തിലാണ്. ഈ പറയുന്ന ആളുകൾ അത് കൂടുതൽ പരിഷ്കരിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? വേണം, ഞങ്ങളൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഒരു പരിഷ്കാരത്തോടും ഞാൻ ഈ പറയുന്ന കാര്യം, ഈ ട്രാക്ക് നിങ്ങൾ പരിശോധിക്കുക. ഇത് കൂടെ വാഹനം ഓടിക്കാൻ പാടും, 4 മീറ്റർ കൊണ്ട് എൻ്റർ ചെയ്യും. ഇതിലേതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയമാണ്, വീണ്ടും തുടങ്ങണം. 30 പേർക്കേ ടെസ്റ്റ് ഉള്ളൂ ഒരാൾക്ക്. 30 പേരിൽ 20 പേര് മാത്രമേ ഫ്രഷിൻ്റെ ആൾക്കാരുള്ളൂ, 10 ഫെയിൽഡാണ്. ഇത് 20 പേരിൽ ഒരു പേര് പോലും ഈ ട്രാക്കിൽ പാസ്സാകാൻ കഴിയില്ല. ട്രാക്കിൽ ഏജൻസി പഠനം നടത്തി ട്രാക്ക് വരട്ടെ, ഞങ്ങൾ ഏത് രീതിയിലും പരിശീലിപ്പിക്കാൻ തയ്യാറാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ, യാതൊരു സംശയവും ആ കാര്യത്തിൽ. നിങ്ങൾ പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ട്രാക്ക് ആയിരിക്കണം അത്. അതുപോലെ പഴയ വാഹനങ്ങൾ ഞങ്ങൾ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഫിറ്റ്നസ് ഉള്ള എല്ലാ വാഹനങ്ങളും ലൈസൻസ് കൊടുക്കാന്നുള്ളതാണ് അല്ലേ. വാഹനം നിരത്തിൽ ഓടിക്കാൻ ആ വാഹനങ്ങൾ ഡ്രൈവിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് സെൻട്രൽ ഗവൺമെൻറ് നിയമത്തിൽ ലംഘനമല്ല അത് വരുന്നത്. അപ്പം നമ്മുടെയൊക്കെ പഴയ വാഹനങ്ങളോ പുതിയ വാഹനമല്ല, ഡ്രൈവിംഗ് പരിശീലനത്തിൽ എന്ത് മാറ്റം ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിന് അനുയോജ്യമായ ഒരു ട്രാക്ക് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അത് ഇന്ന് തന്നെ നിർബന്ധം പിടിച്ച് നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രതിഷേധത്തിന് ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നത്. അതായത് 4/2004 എന്ന് പറയുന്ന സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യം. അങ്ങനെ പിൻവലിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ? അല്ല, 4/2024 സർക്കുലർ പിൻവലിക്കണം, പൂർണ്ണമായിട്ടും പിൻവലിക്കണം എന്ന്, അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് പറഞ്ഞത്. പരിഷ്കാര ട്രാക്കുകൾ ഈ പറഞ്ഞ CDTC കമ്പ്യൂട്ടർ ട്രാക്ക് വന്നോട്ടെ, ഞങ്ങൾ എതിർപ്പില്ല. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ക്യാമറകൾ ഫിറ്റ് ചെയ്തോട്ടെ, ഗവൺമെൻറ് ഫിറ്റ് ചെയ്തോട്ടെ. ക്യാമറ ഞങ്ങളടുത്ത് പൈസ എടുത്ത് ഫിറ്റ് ചെയ്യാനില്ല, ക്യാമറ ഫിറ്റ് ചെയ്തോട്ടെ, പരിശോധിച്ചോട്ടെ, ടെസ്റ്റ് കർശനമാക്കിക്കോട്ടെ. ഇത് പൂർണ്ണമായിട്ട് പിൻവലിക്കണം എന്നല്ല പറഞ്ഞത്. അതുപോലെ 30 എണ്ണം വെച്ചിട്ട് എവിടെ ടെസ്റ്റ് നടത്തിയിട്ട് കുട്ടികൾക്ക് ലൈസൻസ് കിട്ടും? 6 മാസമാണ് ലേണേഴ്സിൻ്റെ കാലാവധി. അതിന് ഒരു കാരണവശാലും ലൈസൻസ് കിട്ടില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് എണ്ണം കൂട്ടിക്കോട്ടെ. ഈ 30 എണ്ണം തന്നെ വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ രാവിലെ ഉച്ചക്കോ ആയിട്ട് 2-3 ബാച്ചായിട്ട് നടത്തിയിട്ട് എണ്ണം വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ഇതൊരു 6500 ഡ്രൈവിംഗ് സ്കൂളുണ്ട് കേരളത്തിൽ, ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഞങ്ങളെ തൊഴിൽ നഷ്ടപ്പെടും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, എങ്കിൽ പോലും ഈ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ഈ ട്രാക്ക് അവർക്ക് ടെസ്റ്റ് പാസ്സാവണ്ടേ? ഇതിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധമായിട്ട് കാണരുത്, ഇത് ജനങ്ങളുടെ വിഷയമാണ്. നാളെ ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ 18 വയസ്സായ പിള്ളേരുടെ ലൈസൻസ് എടുക്കാൻ ആളുകളുടെ പ്രതിഷേധം നാളെ വരും. ഇത് തന്നെയാണ് മന്ത്രി പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംരക്ഷണമല്ല തൻ്റെ ലക്ഷ്യം, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് താൻ മുന്നോട്ട് പോകുന്നത്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി പറയുകയും ചെയ്യുന്നത്. ഈ പറയുന്ന മന്ത്രി പറയുന്നതല്ല, ഞങ്ങൾ പറയുന്നത് തന്നെ. ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരെ ആരും സംരക്ഷിക്കേണ്ട, ഞങ്ങളും ജനങ്ങളെ തന്നെ കാണുന്നത്. ഇവിടെ ടെസ്റ്റ് നടക്കാത്ത പല സമയത്തും മന്ത്രി 50 എണ്ണം ആക്കിയെന്നല്ല, ഞാൻ മന്ത്രി എന്ന് പറഞ്ഞ കമ്മീഷണർ 50 എണ്ണം ആക്കിയെന്ന് പറയുന്ന സമയത്ത് പോലും 120 ആൾക്ക് അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങളാണ് പ്രതീക്ഷിച്ചത്. ജനങ്ങളുടെ വിഷയം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, 6000 ഡ്രൈവിംഗ് സ്കൂളുകാർ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്, പോട്ടെ, ഞങ്ങൾ ഉപജീവന മാർഗ്ഗത്തിൽ ഞങ്ങൾ വേറെ വഴി കണ്ടെത്തും, അല്ലെങ്കിൽ വേറെ ഇത്. പക്ഷേ ജനങ്ങളുടെ വിഷയം തന്നെയാണ്. ജനങ്ങൾക്ക് പറ്റുന്ന ഒരു ട്രാക്ക് ആവണ്ടേ? നിങ്ങൾ പരിശോധിക്കുക, ഈ ട്രാക്കിലൂടെ നിങ്ങൾക്ക് എച്ചിട്ട് പഠിച്ച് ലൈസൻസ് എടുക്കാൻ പറ്റുമോ? 30 എണ്ണേ ഒരു ദിവസം വരുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക? ഡ്രൈവിംഗ് സ്കൂളുകാരെ 15 വർഷത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോട്ടെ, ഇത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക? ഞങ്ങൾ ഇതെല്ലാം പുനഃപരിശോധിക്കണം. ജനങ്ങളുടെ ഉദ്ദേശമാണ് മന്ത്രി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കമ്മീഷനോട് പറയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് ഉണ്ട്. അതിന് വേണ്ടി ടെൻഡർ ഗവൺമെൻറ് വിളിച്ചിട്ടുണ്ട്, സ്വകാര്യ കമ്പനിയെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ കൊടുത്താണ്. ഞങ്ങളിതിന് ഗ്രൗണ്ട് വിട്ട് എല്ലാം തയ്യാറാണ് ഈ ട്രാക്കിന് വേണ്ടിയിട്ട്. ഇതിൽ പറഞ്ഞില്ലേ, H ഗ്രേഡിയൻ പാർക്കിംഗ് 3 ABC എന്നുള്ള കാര്യങ്ങളാണ്. അതിന് സർക്കുലർ ഉണ്ട്. ഇതിൽ H പാസ്സായി കഴിഞ്ഞാൽ ഗ്രേഡിയനിലേക്ക് പോവുക, ഗ്രേഡിയൻ പാസ്സായി കഴിഞ്ഞാൽ പാർക്കിലേക്ക് പോവുക. ഒന്ന് ഫെയിലായാൽ പിന്നെ മറ്റു 2 കൊടുത്താൽ മതി. ഈ 3 ട്രാക്കിലും ടെസ്റ്റ് നടത്തിയിട്ട് ലൈസൻസ് കൊടുക്കട്ടെ, റോഡിൽ പരിശോധന നടത്തട്ടെ, കർശനമാക്കട്ടെ. ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ടാണ്. വളരെ നന്ദി.
ഏതായാലും ഇവർ പറയുന്നത് ഇപ്പോൾ 4/2024 എന്ന് പറയുന്ന സർക്കുലറിൽ ചില ഭേദഗതികൾ വരുത്തണം, അത് പൂർണ്ണമായും തള്ളണമെന്നുള്ള അഭിപ്രായം ആവശ്യം അവർ ഉന്നയിക്കുന്നില്ല. പക്ഷേ അതിൽ ചില ഭേദഗതികൾ വരുത്തണം. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം. അതായത് ഇപ്പോൾ 30 എന്ന് പറയുന്നതിൽ നിന്ന് ഉയർത്തണം. നേരത്തെ ഉണ്ടായിരുന്ന 60-ലേക്കൊക്കെ ഉയർത്തിയാൽ മാത്രമേ കൂടുതൽ വരുന്ന കുട്ടികൾക്ക് ലൈസൻസ് നൽകാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. ജിബേഷൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.